ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായാലും ചെയ്തിരുന്ന റാങ്ക് ഓഫ് ദ മെട്രിക്സ് ബൈ കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു ഇറ്റ്സ് നോർമൽ ഫോം ആൻഡ് ദ ഏതാണ് ട്രയാങ്കുലർ ഫോം അല്ലേ. അപ്പോൾ നമുക്ക് ട്രയാങ്കുലർ ഫോമിലോട്ട് എനി ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് ദ മെത്തേഡ് ഈസ് നോട്ട് സ്പെസിഫൈഡ് യു മൂവ് ഫോർ ദ ട്രയാങ്കുലർ മെത്തേഡ് അല്ലേ. അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റിൽ നിന്ന് താഴെട്ടുള്ളത് മാത്രം 0 ആക്കി വെച്ചാൽ മതി. അതേസമയം നോർമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് റാങ്ക് ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. 1 എലമെൻറ്റ് പിന്നെ 1 ആക്കണം, മറ്റടുത്ത് 1 ആകണമെന്നൊന്നുമില്ല, നോൺ 0 ആയിട്ടിരുന്നാലും മതി. അതിൻ്റെ താഴത്തെ വാല്യൂസ് 0 ആക്കണം. ദെൻ സെക്കൻഡ് റോയിലെ സെക്കൻഡ് 1 ആക്കുക. ഈ 1നെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ ആ ഒരു സീക്വൻസിലേ ചെയ്തും പോകാവുള്ളൂ. ഈ 1നെ ഇതിനെ A11നെ 1 ആക്കി ഈ 1നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ 2 0 ആക്കുക. A22നെ 1 ആക്കുക, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ബാക്കി കോളം വാല്യൂ 0 ആക്കുക. A33യെ 1 ആക്കുക, ഈ 1നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കോളം വാല്യൂ 0 ആക്കുക. പിന്നെ ആൻഡ് be careful about the operations. Okay, in the normal form we can use the linear transformation to rows as well as columns, but when we convert into the triangular form we can use only the row operations. Elementary row operations only are allowed. Okay, is it clear? ഹലോ. യെസ് മാം. ഓക്കെ, അപ്പം നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ കിടക്കാനായിട്ട് ഒൺലി റോ ഓപ്പറേഷൻസ് ആർ അലൗഡ്. എവിടെയാണ് നമ്മൾ ട്രയാങ്കുലർ ഫോമിലോട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എഴുതി വെച്ചേക്കണം ഈ റിസൾട്ടുകൾ. വെറുതെ ഒരു സ്ക്വയറിൻ്റെ അകത്ത് ഈ ഒരു ടേബിൾ ഒരു റെക്ടാങ്കിളിൻ്റെ അകത്ത് വെറുതെ ആ റിസൾട്ടുകൾ നമ്മൾ ഓർക്കേണ്ട റിസൾട്ടുകൾ ഒന്ന് എഴുതി വെക്കുക. അങ്ങനെ 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എഴുതി അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ടാവും. Okay, now come to the inverse of a matrix using the elementary row operation. See, നമ്മൾ ഇൻവേഴ്സ് ഒന്ന് കണ്ടായിരുന്നു ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ഏത് മെത്തേഡ് ആയിരുന്നു പിള്ളേരെ? എ ഇൻവേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടായിരുന്നു? എ ഇൻവേഴ്സ് ഈക്വൽ ടു, ഓർക്കുന്നോ? Adjoint of A divided by determinant of A. അല്ലേ? ഹലോ കേൾക്കുന്നോ? പ്രൊവൈഡഡ്, ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? Matrix should be non-singular, determinant of A not equal to 0. See, in every situation, in any method നമ്മൾ പോയാലും when we say about the inverse of a matrix, the matrix is invertible only when it's determined only for the non-singular matrices, that is only for the matrix for which the determinant will be not equal to 0, then only inverse exists. Okay, remember that point. അപ്പോൾ ഏത് മെട്രിക്സ് എന്നിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം വെദർ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഓർ നോട്ട്. ഓക്കെ, now come to the inverse of a matrix using the elementary row operations. Okay, in this section we can discuss the method of finding inverse of a square matrix using the elementary row operation. ഇവിടെ ഓർക്കുക, remember that we use only the row operations. Okay. Okay. Hello. Is it clear? മറന്നു പോരുത്. ഇൻവേഴ്സ് എലിമെന്ററി ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് യൂസിങ് എലിമെന്ററി റോ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഓപ്പറേഷൻസ് ആ മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എലിമെന്ററി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ എലിമെന്ററി റോ ഓപ്പറേഷൻസ് മാത്രമേ ചെയ്യാവുള്ളൂ. ഓക്കെ, ഇനി an elementary row operation on the product of two matrices is equivalent to the same elementary row operation on the prefactor of the product. That is, നമ്മൾ ഇവിടെ ഒക്കെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A equal to in into A എന്ന് നമ്മൾ അങ്ങ് എഴുതും. ഓക്കെ, ഈ എലിമെന്ററി റോ ഓപ്പറേഷനിൽ നമ്മൾ ചെയ്യുന്നത് മെത്തേഡിൽ നമ്മൾ ആദ്യം എയുടെ ഇൻവേഴ്സ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ വി റൈറ്റ് A equal to in into A അല്ലേ.
അല്ലേ? ഐഡന്റിറ്റി പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മൾ മറ്റേ ഇത് ചെയ്യുന്ന പോലെ 1 ഇൻറ്റു 6 ഈക്വൽ ടു 1 ഇൻറ്റു 6 എന്ന് എഴുതുന്ന പോലെ തന്നെ മെട്രിക്സിൽ നമ്മൾ എഴുതും ഐഡന്റിറ്റി പ്രോപ്പർട്ടി എ ഈക്വൽ ടു ഇന്റെ യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ് ഇൻറ്റു എ എഴുതത്തില്ലേ? ഹലോ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ബൈ ഡെഫിനിഷൻ നമ്മൾ ഇൻവേഴ്സിനെ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തിരുന്നത്? എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ്, റൈറ്റ്? IN which is equal to A inverse into A. That is A the inverse on multiply that it will be the identity matrix, right? Okay. Hello. You please respond, children. Hello. Hello. ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണേ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടോ ഇല്ലയോ എങ്ങനെയെന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ കാര്യം നിങ്ങൾ മറന്നു പോരല്ലോ. കാരണം നമ്മൾ ഫേസ് ടു ഫേസ് കാണുന്നില്ല. അപ്പം നിങ്ങൾ അവിടെ ഇത് കേൾക്കുന്നുണ്ടോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. വാട്ട് അബൌട്ട് അതേഴ്സ്? ഒരാൾ മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവരും കൂടെ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ എലിമെന്ററി റോ ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സിലോട്ട് കൺവേർട്ട് ചെയ്തു. എയെ നമ്മൾ IN ആക്കി മാറ്റും. സെയിം ഓപ്പറേഷൻ നമ്മളൊരു ഇക്വേഷൻ തന്നിട്ട് ഒരിടത്തൊരു ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെയിം ഓപ്പറേഷൻ എല്ലായിടത്തും ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചേഞ്ച് ആവും, അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ തന്നിട്ട് ലെഫ്റ്റ് സൈഡിനെ നമ്മൾ ഏതെങ്കിലും ഒരു മെട്രിക്സിൽ ഒരു റോയ്ക്ക് ചേഞ്ച് വരുത്തുന്നുണ്ട്, റൈറ്റ് സൈഡിലെ മെട്രിക്സും ചേഞ്ച് വരുത്തിയേ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, product of the two matrices is equivalent to the same elementary row operation on the prefactor of the product. അതായത് ഇവിടെ നമ്മൾ IN into A എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ഈ IN മാത്രമേ, ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സിനെ IN-ലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ IN എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ വേറെ ഒരു IN അല്ലാത്ത ഐഡന്റിറ്റി മെട്രിക്സ് അല്ലാത്ത വേറെ ഒരു മെട്രിക്സിലോട്ട് കൺവേർട്ടഡ് ആകും. ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന ഓപ്പറേഷൻ സെയിം ഓപ്പറേഷൻ ഇവിടെ ആപ്ലിക്കബിൾ ആയിരിക്കും, റൈറ്റ്? സോ ഇതിനെ നമ്മൾ വേറൊരു മെട്രിക്സ് ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സിലോട്ട് ചേഞ്ച് ചെയ്യും. അപ്പം നമ്മൾ പ്രോപ്പർട്ടി അനുസരിച്ച് ഈ IN മാത്രം ചെയ്താൽ മതി. എ എന്ന് പറയുന്ന മെട്രിക്സ് എ എന്ന് മാത്രമേ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. കാരണം റൈറ്റ് സൈഡിൽ മാത്രമേ ചെയ്തുള്ളെങ്കിൽ അതാണ് എഴുതിയിരിക്കുന്നത്. ആൻ എലിമെന്ററി റോ ഓപ്പറേഷൻ ഓൺ ദ പ്രോഡക്റ്റ് ഓഫ് ടു മെട്രിസസ് ഈസ് ഈക്വലന്റ് ടു ദ സെയിം എലിമെന്ററി റോ ഓപ്പറേഷൻ ഓൺ ദ പ്രീഫാക്ടർ. പ്രീഫാക്ടർ ഏതാ? പ്രീ മെട്രിക്സ്, പ്രീ മൾട്ടിപ്ലൈഡ് ബൈ IN. So IN equal to B into A എന്ന് എഴുതിയാൽ definitely we know that this B will be equal to A inverse, isn't it? A matrix when the product of the two matrices equal to the identity matrix, when one matrix will be the inverse of the other. Okay, so this B will be equal to A inverse. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. Is it clear? Yes ma'am. Okay. Now find the inverse of the matrix by the elementary row operation using the elementary row operation. മിക്കവാറും നമ്മുടെ ക്വസ്റ്റിനകത്ത് ചോദിക്കുമ്പോൾ എലിമെന്ററി റോ ഓപ്പറേഷൻ ചോദിച്ചിരിക്കും. അതുപോലെ തന്നെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സ്പെസിഫിക്കലി നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഈസി എന്ന് തോന്നുന്നത് അത് ചെയ്യുക. ഇൻ എവറി സിറ്റുവേഷൻ ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആണോ എന്നുള്ളതും ചെക്ക് ചെയ്ത് നോക്കണം, എന്നിട്ടേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ എലിമെന്ററി റോ ഓപ്പറേഷൻ ചെയ്യുന്ന നോക്കിയാൽ തന്നിരിക്കുന്ന മെട്രിക്സ് നമ്മൾ എ ഈക്വൽ ടു, ഇവിടെ 2/2 മെട്രിക്സ് ആയതുകൊണ്ട് നമ്മൾ എ ഈക്വൽ ടു I2 into A എഴുതി. ഇനി എ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ ഏതാണ് എലിമെന്ററി റോ ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കും. ദെൻ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ ഒന്നും ചെയ്യേണ്ട, അതിനെ റൈറ്റ് സൈഡിൽ അതുപോലെ കീപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. പക്ഷേ ഉള്ളി ഇത് ചേഞ്ച് ഹാപ്പൻസ് ടു ദിസ് ഐഡന്റിറ്റി മെട്രിക്സ്. ഇവിടെ എന്ത് റോ ഓപ്പറേഷൻ ചെയ്തതുണ്ടോ R2 becomes R2 minus 2R1. ഇതിനെ നമ്മൾ 0 ആക്കാൻ എന്ത് ചെയ്തു? R2 becomes R1-നെ 2 കൊണ്ട്, ഈ എലിമെന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് രണ്ട് സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ചെയ്യുന്നത് എല്ലാ റോയിലെ എല്ലാ എലിമെന്റ്സിനും ഒരുപോലെ അഫക്റ്റഡ് ആയിരിക്കണം. സോ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് റൈറ്റ് സൈഡിൽ നോക്കിയേ, അതേപോലെ തന്നെ R2 becomes R2 this minus 2 into R1, that is 0 minus 2 minus 2, 1 into 0, that is 2, that is 1. Is it clear? Hello? Clear ആയോ? Yes ma'am. Okay.
അങ്ങനെ നമ്മൾ ലെഫ്റ്റ് സൈഡിനെ ഐഡന്റി മെട്രിക്സോട്ട് കൊണ്ടുവരുമ്പോൾ നോക്കിയേ, റൈറ്റ് സൈഡിൽ ഒരു ന്യൂ മെട്രിക്സ് ഫോം ചെയ്തു. ദാറ്റ് മെട്രിക്സ് ഈസ് I2 equal to B into A. Definitely B will be the inverse of A. So A inverse will be equal to this B. We can directly write A inverse equal to this matrix. Is it clear? Yes, ma'am. Okay, now let us do one problem. Using elementary row operations, find the inverse of the matrix. This one. This is a 3 by 3 matrix. അത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രാക്ടീസ് ആവും. So write this question. And initially we write A equal to I3 into A. So matrix A change എഴുതുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് എഴുതാം. 2 5 3 1 2 3 1 0 8. This matrix A is of order 3. So we write I3 into A. Okay, now write the problem. അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആണ് കേട്ടോ. മെട്രിക്സ് എഴുതിയെടുക്കുന്നതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ വളരെ കെയർഫുൾ ആയിട്ട് എഴുതിയെടുക്കണം. ഒരു എലമെന്റ് എങ്കിലും ചേഞ്ച് ചെയ്താൽ, ഞാൻ പറഞ്ഞില്ലേ മെട്രിക്സിന്റെ ഒരു പ്രശ്നം അതാ, ഒരു എലമെന്റ് എങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാം മിസ്റ്റേക്ക് ആയിപ്പോൾ. സോ ബി വെരി കെയർഫുൾ വെൻ യു റൈറ്റ് ദ ക്വസ്റ്റ്യൻ. ഇത്ര എഴുതിയ പിള്ളേരെ? എഴുതിയോ? ഇനി നമ്മൾ ഇതിനെ ഐഡന്റി മെട്രിക്സ് ആക്കാൻ എന്താ ചെയ്യണ്ടേ? ഈ എലമെന്റ് 1 ആവണം, ബാക്കി 0 ആക്കണം. ഇതിനെ 1 ആക്കുക, അതിന്റെ കറസ്പോണ്ടിങ് കോളം വാല്യൂ 0 ആക്കുക. ദെൻ തേർഡ് 1 ആക്കുക, കോളം വാല്യൂ 0 ആക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് താഴെ ഒരു 1 കിടപ്പുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനെ 1 ആക്കുന്നതിന് എളുപ്പം ഈ രണ്ടെണ്ണത്തിനെ, അല്ലെ ഏതെങ്കിലും R1 ആൻഡ് R2 ഇന്റർചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ R1 എന്താണ് R3യിൽ നോക്കി രണ്ടാമത്തെ എലമെന്റ് 0 കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇത് ശരിക്കും നമുക്കറിയാം, ഇവിടുത്തെ 1 ഇവിടെ 1 ആക്കിയിട്ട് അതിന്റെ എബോവ് വാല്യൂ 0 ആക്കണം നമ്മൾ ഐഡന്റിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, അല്ലേ? നോക്കി, റൈറ്റ്. സോ ഈ രണ്ടെണ്ണം ഇന്റർചേഞ്ച് ചെയ്യുന്നതിൽ എളുപ്പം R1ഉം R3 ഇന്റർചേഞ്ച് ചെയ്യുന്നതായിരിക്കും, റൈറ്റ്? മനസ്സിലായോ? അത് നമ്മൾ ആ ഒരു സിറ്റുവേഷന് കറസ്പോണ്ട് അല്ല, തന്നിരിക്കുന്ന മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്തു പോവുക നമ്മുടെ ഒരു ലോജിക്ക് അനുസരിച്ച്. അപ്പോൾ ഒരു സ്റ്റെപ്പ് കുറവുണ്ടായിരിക്കും. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇത് രണ്ട് ചെയ്തേ. അത് കഴിഞ്ഞിട്ട് കോളം വാല്യൂ 0 ആക്കുക, ദെൻ A22നെ 1 ആക്കുക. ആ ഒരു സീക്വൻസിൽ തന്നെ ചെയ്തു പോകണം കേട്ടോ, അല്ലെ നമുക്ക് വലിയ ഡിഫിക്കൽട്ടി ആവും. ഈ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആക്കുക, ദെൻ കോളം വാല്യൂ 0 ആക്കുക. ഇവിടെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്നു. സോ ഇത് 1 ആയിരിക്കും, താഴെ 2 ആയിരിക്കും. ദെൻ 2 എലമെന്റിനെ 1 ആക്കുക, അതിന്റെ കറസ്പോണ്ടിങ് കോളം വാല്യൂ 0 ആക്കുക. ആഫ്റ്റർ ദാറ്റ് മൂവ് ടു A33, അതിനെ 1 ആക്കുക, കോളം വാല്യൂ 0 ആക്കുക. Is it clear? ഹലോ ഹലോ ഓക്കെ, ആ ഒരു സീക്വൻസിൽ ചെയ്തു വരണം കേട്ടോ. ഓക്കെ, ചെയ്തേ.
ഹലോ ഹലോ ചെയ്യുമല്ലേ? ഹലോ ഹലോ ആ മാം. ഓക്കെ, ചെയ്ത് കഴിയുമ്പോൾ പറയണം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യണോ ഫുള്ള്? ആ ചെയ്തു വാ. നമ്മളൊരു പ്രോബ്ലം ക്ലാസ് ചെയ്താലല്ലേ നിങ്ങൾക്ക് അത് എങ്ങനെ അതിന്റെ ഇത് ചെയ്തു വരുന്നതെന്ന് അറിയണ്ടേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഓരോ മിനിമം ഒരെണ്ണമെങ്കിലും നമ്മൾ ചെയ്തു പോകുന്നു. അപ്പൊ നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് സൈഡിനെ ഐഡന്റിറ്റി I3 ആക്കണം. ഇതിന് എന്തൊക്കെ ചേഞ്ച് വരുന്നോ സെയിം ചേഞ്ച് റൈറ്റ് സൈഡിലും ചെയ്തേ പോകാവുള്ളൂ കേട്ടോ. ഇവിടെ നോക്കി R1 R2 നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ എന്ത് വന്നു? ഇവിടെ R1 R2 ചെയ്തത്. നിങ്ങൾക്ക് വേണേ R1 R3 കൂടെ ഇന്റർചേഞ്ച് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, ഇനി ഇഷ്ടമുള്ളത് ചെയ്തോളൂ, നമുക്ക് അങ്ങനെ നിർബന്ധമില്ല. സോ നമ്മൾ ഇവിടെ ചേഞ്ച് വന്നപ്പോൾ നോക്കിയേ, ഇതിനെയും ചേഞ്ച് ചെയ്ത് കണ്ടോ? R1 R2 R1 R2 ആയി, R2 R1 ആയി. ഓക്കെ, അത് മറന്നു പോരുത് കേട്ടോ. ഇവിടെ എന്ത് ഓപ്പറേഷൻ ചെയ്യുന്നു സെയിം ഓപ്പറേഷൻ ഈ I2ലും I3ലും ചെയ്തേ വരാവുള്ളൂ. അവിടെ തന്നെ അങ്ങ് എഴുതി അങ്ങ് പോയാൽ മതി. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ചെയ്തു വാ. അതുപോലെ ഇവിടെ ടെക്സ്റ്റിലാണെങ്കിൽ എല്ലാം ഇതുണ്ട്, 2-3 സ്റ്റെപ്പുകൾ ഒന്നിച്ച് അവർ എഴുതിയിരിക്കുന്നത്. നമുക്കത് എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി വരണ്ട, ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ഓരോന്നോരോന്നായിട്ട് എഴുതിയാൽ മതി. ഇതിനെ 1 ആക്കുക, 2 0 ആക്കുക, അതിനുശേഷം ഇതിനെ 1 ആക്കുക, 2 0 ആക്കുക. ആ ഒരു സീക്വൻസിൽ തന്നെ പോവുകയും ചെയ്യണം. ഇവിടെ എന്ത് ഓപ്പറേഷൻ എഴുതിയിരിക്കുന്നത്, നമ്മൾ ഏത് ഓപ്പറേഷൻ ആണോ ചെയ്യുന്നത് നമ്മൾ എഴുതും. ആ എഴുതിയിരിക്കുന്നത് 2 സൈഡിലും ചെയ്തേ പോരാവും.
എന്തായി? എത്തിയോ പിള്ളേരെ? ലെഫ്റ്റ് സൈഡ് I3 ഈക്വൽ ടു ഒരു മെട്രിക്സ് B ഇൻറ്റു A ഫോമിലെത്തണം. എത്തിയോ? ഹലോ, ആർ യു ഡൂയിങ് ദ പ്രോബ്ലം? ഹലോ, ഹലോ, ആ മാം ചെയ്യുക. I3 എത്തിയോ? ഇല്ല. ചെയ്തു പോവാം, നമ്മൾ ഇത്രയും ചെയ്തല്ലേ ഓപ്പറേഷൻസ്. അപ്പോൾ കുറച്ചുകൂടി കറക്റ്റായിട്ട് ചെയ്യണം, തെറ്റാതെ. എന്നാലും കുറച്ചുകൂടി സ്പീഡ് വരണം കേട്ടോ. പ്രാക്ടീസ് കുറവുണ്ടോ, കുറച്ചുകൂടി സ്പീഡിൽ ചെയ്തു വരണേ. തെറ്റിക്കരുത്. അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ തെറ്റാ ചെയ്യാനായിട്ട് ഇത്രയും ടൈം ഞാൻ തരുന്നത് തന്നെ, ഇത്രയും സ്ലോ ആയിട്ട് പോകുന്നത്.
എന്തായി എത്തിയോ I3-ല്? ഹലോ 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 നീതു, പെന്നി, ആർ യു ദേർ? ആ മിസ് ചെയ്തോണ്ടിരിക്കുന്നു. Okay. What about others? Where is Neetu? She left. ഹലോ എന്തായി I3-ലെത്തി? മാഡം ഈ ഡിഫൈൻ ഓഫ് എ എന്ന് ചോദിച്ചോളൂ. അല്ല, ഡിഫൈൻ ഓഫ് എ മറ്റേ ഈ ഇൻവേഴ്സ് അവിടെ എനിക്ക് കിട്ടുന്നില്ല. ഏതാണ് എനിക്ക് മനസ്സിലായില്ല. What is your doubt? എയുടെ ഫോർമുല ഡിഫൈൻ ഓഫ് എ എന്ന് ഇത് ഫോർമുല. See, A is the given matrix. correct. We have to identify the inverse of the given matrix by using this method. What is that method? Elementary row operation method. Yes. Okay. The method, for that method, what we are doing is we write A as I3 into A. Okay. Now we, by definition, the inverse of a matrix by definition, A into A transpose equal to I equal to A transpose into A. Okay. I3 So A. when Correct. Yes. here the given matrix is of order 3. So we write I3. I3, correct. Okay. So we write A equal to I3 into A. Okay. That is A equal to, we ഇല്ല, can, ഈ അതെനിക്ക് കിട്ടി. I'm just trying to example ഈ A equals I3 into A. അത് നമ്മൾ ഇവിടുന്ന കിട്ടുന്നത്. അതാണ്ട് see, we write 5 equal to 1 into 5 in scalar, correct. in number. Correct. Similarly, for in matrix also we write this is identity matrix. When Okay. we pre-multiply or post-multiply a matrix by its identity matrix, there is no change. Isn't it? Okay. So what is our aim? See, our aim is to identify this equation I3 equal to A inverse into A. Then we write A, this matrix is the inverse of the matrix A.
That's why we write this equation. Okay. 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 Now this we convert by using the elementary row operations. We convert the left side to I3. I3 to convert by using the elementary row operations. Then what is happening? This element will also be changing. ഇവിടെ എന്ത് ചേഞ്ച് വരുന്നോ we have to put the same change to this matrix also. And we ഇതിവിടെ നമുക്ക് ചേഞ്ച് വരുന്നുണ്ടെങ്കിലും അതിന് ഇക്വലന്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ എയെ പറ്റി ബോധർ ചെയ്യുന്നില്ല. You write A as A itself. Okay. So whatever change comes to this matrix, the same change should be occurred this matrix also. Otherwise, this equation will not be valid. Okay. So we convert the left side matrix to I3. So the variations of this will result to the same variation will result to this matrix also. So this matrix becomes another matrix B. Okay. B into A. When we write I3 equal to B into A, definitely we can say that this matrix B will be the inverse of this matrix A. Okay. That is why we are doing A equal to I3 into A. We convert the left side A matrix to I3 by elementary row operations. That is, first element should be 1, I3. I3 form is first this one. See this. Okay. Now we change this matrix to I3. The same change should be occurred to this matrix also. Otherwise, this equation will be invalid. Okay. So in the final stage, see I3, if we write this, identity, there is no need of writing A here. So we convert this A by elementary operations to this I3. So in the right side, I3 will become this one. Okay. Then the resulting matrix will be the inverse of the given matrix A. That is what this method explains. Okay. This is the step-by-step procedure of this method. That is finding the inverse of the matrix by the elementary row operation method. Is it clear? Hello? Yes, ma'am. Yes, ma'am. Okay. എവിടം വരെ എത്തി? നിങ്ങൾ ഇതിലോട്ട് എക്സാക്ട്ലി നോക്കണമെന്നില്ല. ഇവിടുത്തെ സം മിസ്റ്റേക്സോ പ്രിന്റിംഗ് മിസ്റ്റേക്സോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ ഇൻവേഴ്സിന് ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. ഫൈനലി വരുന്ന ദിസ് വിൽ ബി സെയിം.
എന്തായി? എത്തിയോ? നമ്മളെ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്ര ഡിഫിക്കൽട്ടാന്ന് നമ്മൾ വിചാരിക്കത്തില്ല, മനസ്സിൽ വിചാരിക്കുക നമ്മൾ. പക്ഷെ ചെയ്തു വരുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് ഇത് ഫീൽ ചെയ്യുന്ന അപ്പോഴാണ് ഡിഫിക്കൽട്ടി എന്താന്നുള്ളത്. ഇവിടെ ചെയ്യുന്ന സെയിം ഓപ്പറേഷൻ റൈറ്റ് സൈഡിലും ചെയ്തു വരണം. ബിയിലെത്തിയോ? സോറി. ഹലോ, കിട്ടിയ പിള്ളേരെ? കിട്ടിയോ? ബിയിലോട്ടെത്തിയോ? I3 ഈക്വൽ ടു ബി ഇൻറ്റു എ. ഹലോ, Yes, ma'am. എത്രയായി? ബി കിട്ടിയോ? Yes, ma'am. കിട്ടി. ഓക്കെ. So you write B equal to, that is B, when we got B, we write A inverse equal to this one. കിട്ടിയില്ലേ? അതെ. Okay, what about others?
Neetu. Hello. I think only 2-3 are responding. Hello. What about others? പിള്ളേരെ ചെയ്യുന്നുണ്ടോ? കിട്ടിയോ? You please respond. Hello. Yes. What about others? പോട്ടെ നെക്സ്റ്റിലോട്ട്. ഓക്കെ, കുറേ പ്രോബ്ലംസ് ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മളോട് എപ്പം whenever we are asking to find the inverse of a matrix, first check whether determinant is equal to 0 or not. ഓക്കെ, അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാവുള്ളൂ. If it is not equal to 0, you go move forward. Otherwise, if it is equal to 0, inverse does not exist. Okay. Okay, see, നോക്കിക്കേ ഇവിടെ ഒരെണ്ണം. Find the inverse of the matrix A. See, consider the identity matrix. What is happening? നമ്മൾ അതിനെ ഐഡന്റിറ്റി മെട്രിക്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്കിനും I3 കൺവേർട്ട് ചെയ്യാൻ നമ്മൾ വന്ന് ഇവിടെ വന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് വന്നപ്പോഴേ ഇത് മുഴുവൻ 0 ആയിപ്പോയി. That means inverse does not exist. Is it clear? Hello? Hello, is it clear? Hello? Hello? Yes, ma'am. നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യ് കുട്ടികളെ. നിങ്ങൾ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? അത് ചെയ്യുന്നുണ്ടോ? ഇവിടെ തന്നെയാണോ? ഇല്ല, ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാ ഞാൻ കുറച്ച് പേർക്ക് നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതൊരു കാര്യം. അറ്റ്ലീസ്റ്റ് 1-2 പേരെങ്കിലും റെസ്പോണ്ട് ചെയ്യുക. കാരണം നമുക്കിത് നേടിയെടുക്കാനായിട്ട് നമ്മൾ ഇരിക്കുന്നല്ലേ, അല്ലേ? നമുക്ക് ഈ പഠിച്ച് ഈ എന്താ പറയുക, ഈ പേപ്പറും ബാക്കിയെല്ലാം നമ്മൾ കവർ ചെയ്ത് പോയാൽ മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആർക്കോ വേണ്ടി ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലല്ല നിങ്ങൾ. അപ്പോൾ സോ ബി വെരി കെയർഫുൾ. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ I3 കൺവേർട്ടഡ് ആകുന്നില്ല. സോ ബി വെരി കെയർഫുൾ ബിഫോർ ഡൂയിങ് ദ പ്രോബ്ലം. ചെക്ക് വെദർ ദ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഓർ നോട്ട്. When the determinant is not equal to 0, inverse will be existing. When the determinant equal to 0, you stop there. There is no need of doing all such things. Okay, just write the inverse is not existing. Okay, is it clear? Hello? Is it clear? Clear ആയോ? ക്ലിയർ ആയോ പിള്ളേരെ? എപ്പോഴൊക്കെ നമ്മൾ ഇൻവേർഷനിലോട്ട് മെട്രിക്സ് ഇൻവേർഷനിലോട്ട് വരുമ്പം മെട്രിക്സ് ഇൻവേർഷൻ കണ്ടുപിടിക്കാൻ പോകുമ്പോഴെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോന്ന്. എല്ലാ സിറ്റുവേഷനിലും അല്ലെ എല്ലാ മെട്രിക്സിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹലോ? Yes, ma'am. ഓക്കെ, now അടുത്തതിലോട്ട് പോട്ടെ. Yes, ma'am. Okay, now come to the mathematical induction. Mathematical induction, I think നിങ്ങൾ ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ കേട്ടിട്ടുള്ളതാ, പഠിച്ചിട്ടുള്ളത് അല്ലേ? ദിസ് ഈസ് വൺ ഓഫ് ദ പ്രൂഫ് ടെക്നിക്. അപ്പോൾ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റിസൾട്ടുകളൊക്കെ നമുക്കറിയാം. നമ്മൾ പ്രൂഫ് ടെക്നിക്കുകൾ നമുക്ക് വളരെ ഉണ്ട് അല്ലേ? നമ്മൾ മാത്തമാറ്റിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, ഓൾജിബ്രൈക്സ് ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് അതിൻ്റെ കോൺവേഴ്സ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിലോട്ട് വരുമ്പം അതിൻ്റെ കറക്റ്റ് റിസൾട്ടിലോട്ട് വരാൻ നമ്മൾ അല്ലേ കോൺട്രഡിക്ടറി അസ്യൂം ചെയ്ത് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ വാലിഡിറ്റി ചെക്ക് ചെയ്യാറുണ്ട്, ഇംപ്ലിക്കേഷൻ ആൻഡ് ഇൻഫറൻസസ് യൂസ് ചെയ്തിട്ട്. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ് പ്രൂഫ് ടെക്നിക്സ് ആർ ദർ. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രൂഫ് ടെക്നിക്കാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, പാറ്റേൺ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഇൻട്രൊഡക്ടറി പാർട്ടുകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമ്മൾ ഇൻഡക്ഷനിലോട്ട് വരുന്നതിൻ്റെ അകത്ത്. mathematical one way to lead the pattern is to use the mathematical induction.
Okay, that is, let Pn be the statement involving the natural number n. If P1 is true, then the truth of Pk implies the truth of Pk plus 1 for every integer k. That is, ഇവിടെ നമുക്ക് രണ്ട് സ്റ്റെപ്പാണ് നമ്മൾ ഉള്ളത് ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു റിസൾട്ടിനെ പ്രൂവ് ചെയ്യാൻ പോകുമ്പോൾ to prove the statement Pn holds for all natural, we go through two steps. First, we must prove that P1 is true. That is, for the natural numbers n equal to 1. That is, for n equal to 1, P1 is true. Then, നമ്മൾ യൂഷ്വലി നമ്മൾ രണ്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ ആദ്യത്തെ രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന് നോക്കുക n equal to 1, n equal to 2, n equal to 3. Okay, 2-3 നമ്പേഴ്സിന് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് 2-3 നാച്ചുറൽ നമ്പേഴ്സിന് നമ്മൾ P1, P2, P3 റിസൾട്ട് ഈസ് ട്രൂ എന്ന് നമ്മൾ ഡയറക്ട്ലി നമുക്ക് എഴുതാം ആ തന്നിരിക്കുന്ന റിസൾട്ട് എന്ത് റിസൾട്ട് ആണോ പ്രൂവ് ചെയ്യേണ്ടതിലോട്ട് വരിക. Then we assume that the result is true for Pk. This is our assumption. Using this assumption, we have to prove that the result is true for the next integer Pk plus 1. Okay, ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഇത് നമ്മൾ പ്രൂവ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് Pk plus 1 for the next integer is true for n equal to k plus 1. Then in general we can say that the result is true for all values of n. Okay, that is how we prove the result by using the mathematical induction. ക്ലിയർ ആയോ? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനെ പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് സ്റ്റെപ്പാണുള്ളത്. ഒന്ന്, ആദ്യത്തെ ഇൻഡിജേഴ്സിന് P1 മാത്രം നമ്മൾ നോക്കണ്ട, n equal to 1, 2, 3 നമ്മൾ പ്രൂവ് ചെയ്യുക. ആ റിസൾട്ടിന് വാല്യൂ പുട്ട് ചെയ്യുക, n equal to 1 പുട്ട് ചെയ്യുക, 2 പുട്ട് ചെയ്യുക, 3 പുട്ട് ചെയ്യുക, നമുക്ക് വേറെ റിസൾട്ട് കിട്ടും. Then second step ആണ് we assume that the result is true for Pk or n equal to k. Using this result we have to prove the result for the next integer k plus 1. Okay, when the result is true for Pk plus 1, then we generally say that the result is true for all values of n. Okay, is it clear? Yes, ma'am. Okay, അപ്പൊ ഈ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കണം. ഒക്കെ നോക്കണം കേട്ടോ. അതെന്തുകൊണ്ടാണ് Pk plus 1 വല്ലാത്തെന്ന് പറയുന്നത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. Okay, now let us do one problem. Just ഒരെണ്ണം ചെയ്ത് നോക്കാം. Okay. Okay, using the principle of mathematical induction, prove that 2 plus 4 plus 6 up to 2n equal to n into n plus 1 for each natural number n. Okay, mathematical induction നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം n equal to 1 or n equal to 1. What is n equal to 1? Hello? For n equal to 1, we write P1 equal to 2 plus 4 plus, അതായത് 2 into 1. അല്ലേ? n equal to 1 എന്ന് പറയുന്നത് ഏതാണ്? up to 2n വരെ വരുന്നത്. n equal to 2 മാത്രമേ വരുന്നുള്ളൂ. That is, we write it as എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 2 into 1 which is equal to n into 2 into 1 which is equal to n into n plus 1. Isn't it?
Hello. Hello. Yes, ma'am. Okay. നമ്മൾ അടുത്തത് n equal to 2. n equal to 2 കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? P2. P2 equal to എത്ര വരും? 2 n equal to 2 കൊടുക്കുമ്പോൾ 2 plus 4 plus up to 2n വരെയാണ് നമുക്ക് വരുന്നത് അല്ലേ? സോ എത്ര വരും? n equal to 2 കൊടുക്കുമ്പോൾ 2 plus 4 ആണ് ലെഫ്റ്റ് സൈഡിൽ വരേണ്ടത്, റൈറ്റ്? വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? 2 plus 4 വിച്ച് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n എന്ന് പറയുന്നത് ഏതാ? 2 ആണ്. 2 ഇൻറ്റു n plus 1 3 which is equal to 6. Is it clear? Hello? Hello? Yes, ma'am. Okay. So n equal to 1, n equal to 2, n equal to 3 കൂടെ വേണം നമുക്ക് ചെയ്ത് നോക്കാം. After that we assume that the result is true for n equal to k. Using that result we have to prove that the result is true for k plus 1. Is it clear? Yes, ma'am. Okay. So n equal to 3 ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? n equal to 3 എന്ന് പറയുമ്പോൾ എവിടം വരെ വരും? 6 വരെ വരും. 2 plus 4 plus 6 അല്ലേ? For n equal to 3, P3 equal to left side 2 plus 4 plus 6. Okay, which is equal to n into n plus 1 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. That is n equal to 3 into n plus 1 4. So what is that? For 6 plus 4 plus 2 12, which is equal to 3 into 4 12. Is it clear? Hello? Is it clear? Yes, ma'am. Okay. Now we assume that, okay, ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് എഴുതാൻ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് വരാം. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ n equal to 1 മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ n equal to 1-നും n equal to 2-നും ആദ്യത്തെ 2 3 ചെയ്ത് വെച്ചേക്കുക. n equal to 1, n equal to 2 and n equal to 3. ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. n equal to 1 എന്ന് പറഞ്ഞാൽ എത്ര വരെ വരും? 2 plus 3 plus 2 plus 4 plus 6 up to 2n. n equal to 1 എന്ന് പറയുമ്പോൾ 2 മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിൽ ഒരു നമ്പറേ ഉള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു n equal to 1 into 1 plus 1 2, which is equal to 1 into 1 plus 1 2. Okay. Then n equal to 2. Left side will be n equal to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരെയുള്ള നമ്പറാണ് വരേണ്ടത്. 2 plus 4 up to 2n വരെയാണ് ലെഫ്റ്റ് സൈഡ് അല്ലേ? So left side will be 2 plus 4, which is equal to n into n plus 1 right side. Then n equal to 3. 2 plus 4 plus 6. So which is equal to n into n plus 1. That is true. The result is true for n equal to 1, 2, 3. Is it clear? അതാണ് നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഹലോ, is it clear? ഹലോ, ക്ലിയർ ആയ പിള്ളേരെ? Yes, ma'am. ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്തേ, സ്റ്റെപ്പ് 1 ഒന്ന് ചെയ്തേ.
ഓക്കെ, ചെയ്യും. ഒരു 2 minutes ബ്രേക്ക്.
ഹലോ, ചെയ്ത പിള്ളേരെ? Yes, ma'am. ഓക്കെ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് 1 നമ്മൾ n=1 മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ n=1, n=2, n=3 ഒക്കെ ചെയ്യുക. ഓട്ടെ, ഓക്കെ. ഫസ്റ്റ് 2, 3 നാച്ചുറൽ നമ്പേഴ്സിന് ചെയ്യുക. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് പാർട്ട് ഓഫ് ദ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഈസ് the formula is, first step എന്ന് പറയുന്നത് we assume that the result is true for k. The next step, we have to prove that the result is true for the next integer. That is, okay, now here we have to prove that 2 plus 3, 4 plus 6 plus up to 2n equal to n into n plus 1. That is when we assume that the result is true for n equal to k. The left side would be, what is that? 2 plus 4 plus 6 up to 2k equal to k into k plus 1. Just replace k by n. Okay, is it clear? Hello, is it clear? Yes, ma'am. Okay, now we have to prove that the result is true for p next integer, k equal to n equal to k plus 1. That is, the left side we write, see, 2 plus 4 plus 6 up to 2k plus 2k plus 1. Is it clear? The left side will be for n equal to k plus 1. What is the left side? N equal to k plus 1. 2 plus 4 plus 6 up to 2k plus 2 into k plus 1. See, the left side is, when for n, 2 plus 6, 4 plus 6 up to 2 into n. Right? Is it clear? Yes, ma'am. Okay. So pk plus 1 will be equal to pk plus the last term will be 2 into n equal to k plus 1. Isn't it? Okay. So what is that? See, we have to prove that this result is true for k plus 1 means this will, for k it will be, for n it will be n into n plus 1. So for k plus 1 it will be k plus 1 into k plus 2. We have to prove this one, this part, right side. Is it clear? Yes, ma'am. Okay. So the left side can be written as, what is that? Left side will be equal to 2 plus 4 plus 6 up to 2k plus 2 into k plus 1. Then നമ്മുടെ left side. From the equation 1, call it as equation 1. Okay. From equation 1, take the left side. Left side equal to this one. Is it clear? Yes, ma'am. Okay. Now we know that, we assume that, see, in the step 2, we assume that 2 plus 4 plus 6 up to 2k. This sum will be equal to k into k plus 1. Okay. So up to this, we can write this will be equal to k into k plus 1, because we assume that the result is true for k, that is, this will be equal to k into k plus 1. Is it clear? Okay. Yes, ma'am. Okay. Now we add the last term also, 2 into k plus 1. Okay. Okay. This part, is it okay up to this? Yes, ma'am. Okay. Now what is that? Which will be equal to, ഇത് ഡയറക്ട്ലി അവർ എഴുതിയിരിക്കുകയാണ്. അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പിലോട്ട് കൂടി വരാം. എന്ത് വരും? നമ്മൾ ഈ രണ്ട് ടേമാണ് നമുക്കുള്ളത്. ഫസ്റ്റ് ടേം ഈസ് k into k plus 1. സെക്കൻഡ് ടേം ഈസ് 2 into k plus 1. Now we take k plus 1 outside. Right? അല്ലേ? Hello. This is one term, this is another term. In both terms, k plus 1 is common. Is it clear? Yes, ma'am. Okay.
Now we take k plus 1 outside. The bracket, what is that remaining? The first term it will be k, and for the second term it will be 2. Is it clear? Hello? Is it clear? Oh, ma'am. Yes, Okay. ma'am. Okay. That is, see what is right side of equation 1? It will be equal to k plus 1 into k plus 2. That is, we get the right side of the equation 1. So the result is true for n equal to. Now write this explanation also. This shows that the result is true for n equal to k plus 1. Therefore, we generally state that truth of pk implies the truth of pk plus 1. The two steps required for a proof of mathematical induction have been completed. So our statement is true for each natural number n. Okay, you should write this explanation. Is it clear? Yes, ma'am. Okay, now complete. നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു n equal to 1, n equal to 2, n equal to 3. That's clear. So in the second step we assume that pk is true. So what is pk is true is we get this equation. Now we have to show it for k equal to next integer. For n equal to k, we assume we have to prove it for the next integer n equal to k plus 1. So for n equal to k plus 1, it is, see, by definition the result will be 2 plus k, 4 plus 6 up to 2k plus 2 into k plus 1 will be equal to this one. We have to prove this result. Okay, put it as equation 1. Now take the left side. So and up to this part we can write the value of pk. That is why we assume that pk is true. And so n equal to k, the result is true. So we write the result of the pk, then write the remaining part, then simplify it, come to the form of the right side of equation 1. Okay. After that, you write this explanation also. This shows that the result is true for n equal to k plus 1. Therefore, the truth of the assumption of pk, the truth of pk implies the truth of pk plus 1. The two steps required for the proof of mathematical induction have been completed. So our statement is true for each natural number or for every natural number n. Is it clear? Hello? Hello? Is it clear? Hello? Ah, ma'am. ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? Okay. അപ്പൊ ഇതുപോലെ നമ്മൾ ബാക്കി പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കണം. നൗ റൈറ്റ് ദ സെക്കൻഡ് പാർട്ട്. ഓക്കെ, ചെയ്തേ. സെക്കൻഡ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തിരുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തേ. ഇനി
കംപ്ലീറ്റ് ആയോ പിള്ളേരെ? ഹലോ, ഹലോ. Yes, ma'am. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ഇത്ര വലിയ ടഫ് ഒന്നുമല്ല മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ n = 1, 2, 3 ആദ്യത്തെ 2, 3 ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്. Then come to second step. Second step we assume that the result is true for n = k. Using this result, we have to prove that the result is true for n = k plus 1. n = k plus 1 എന്താണോ പ്രൂവ് ചെയ്യേണ്ട ഇക്വേഷൻ നമ്മൾ എഴുതുക, അതിനെ ഇക്വേഷൻ 1 ആയിട്ട് കോൾ ചെയ്യുക, ലെഫ്റ്റ് സൈഡ് എടുക്കുക. ദെൻ പി കെ അപ് ടു കെ ലാസ്റ്റ് ടേം വരെ ഉള്ളത് പി കെ ആയിരിക്കും അല്ലേ, n = kd ആയിരിക്കും. ആ വാല്യൂം കൂടെ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഏത് ഫോമിലാണോ വേണ്ടത് ആ ഫോമിലോട്ട് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. And write this explanation also. That completes the proof. Okay. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, പക്ഷെ ഇത് മുഴുവൻ ഇന്ന് ചെയ്യണം കേട്ടോ, ചെയ്ത് നോക്കണം. ഓക്കെ, ഇതിനകത്ത് n = 1 പുട്ട് ചെയ്താൽ മതി. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല ഇൻഡക്ഷൻ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ n = k plus 1 അസ്യൂം ചെയ്ത് റൈറ്റ് സൈഡിൽ എന്താണോ വരേണ്ടത്, എന്താണോ നമ്മുടെ റിസൾട്ട് പ്രൂവ് ചെയ്യേണ്ടത്, ആ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരണം. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാൽ അതും വലിയ ടഫ് ഒന്നുമല്ല. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. എന്താ ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല മുന്നോട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ ഓക്കെ, എക്സസൈസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സും തന്നിട്ടുണ്ട്. സോ you won't feel any difficulty by doing these problems by mathematical induction. Okay, നമ്മൾ അടുത്ത ബ്ലോക്കിലോട്ട് പോവാം. ഓക്കെ, സെക്കൻഡ് ബ്ലോക്ക്. ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ കഴിഞ്ഞു. ഏതാണ്? നമുക്ക് ലീനിയർ ഓൾജിബ്ര ആയിരുന്നു, മെട്രിക്സ്, ഡിറ്റർമിനന്റ്, മെട്രിസസ് ആൻഡ് അതിൻ്റെ കൂടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ കൂടി കയറി വന്നു. ഓക്കെ, നമ്മൾ ബാക്കിലോട്ട് ആലോചിച്ച് നോക്കാൻ നമുക്ക് വലിയ ഇതൊന്നും ഇല്ല, പക്ഷെ നമ്മൾ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യണം. എന്നുള്ളിൽ നമുക്ക് ഇതിലോട്ട് വരാൻ പറ്റത്തുള്ളൂ, കറക്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മൂവ് ചെയ്യട്ടെ. Yes, ma'am. Now come the sequence and series. ഇതും നിങ്ങൾ ഓൾറെഡി സ്കൂളിങ്ങിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലേ? ഇസ് ഇറ്റ് കേട്ടിട്ടുള്ളതല്ലേ? ഹലോ. Yes, ma'am. ഓക്കെ, നമുക്ക് അതിലോട്ട് വരാം. ഡിഫൈൻ ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ, ഹാർമോണിക് പ്രോഗ്രഷൻ. ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഫസ്റ്റ് ടേം, nth ടേം അല്ലേ, സം ഓഫ് ദ ടേംസ്. ദാറ്റ് ഈസ് an arithmetic progression is a sequence of terms such that the difference between any term and the one immediately preceding it is a constant. So ഒരു ടേമിൽ നിന്ന് എക്സാക്ട്ലി സെയിം നമ്പർ ആഡ് ചെയ്ത് വരുന്നതാണ് നെക്സ്റ്റ് നമ്പർ. അതിനാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ജനറലി വി കോൾ ഇറ്റ് ആസ് AP, arithmetic progression. Yes, ma'am. Now 3, 7, 11, 15 is an arithmetic progression. See what is the difference? This minus this and immediate preceding ആയിട്ടുള്ള എലിമെന്റ് ആയിട്ടുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും. 7 minus 3 4, 11 minus 7 4, 15 minus 11 4, likewise. Okay, that is what we mean by arithmetic progression. Okay, see here the numbers are constant. This is also a progression, that is the difference is 0. 2 plus 0 2, 2 plus 0. Okay, is it clear? That may be negative, that may be positive, that may be integer, that may be a fraction. Okay, the difference may be. Okay, is it clear? Is it clear? Yes, ma'am. In general, the arithmetic progression is given by a plus d, a plus 2d. That is, we are adding the difference, common difference d, right? The first term is a,
we are adding the difference, common difference a plus d, then a plus d plus d, that is a plus 2d, then another d is added, so a plus 3d, like that. Okay. Now remember this formula. The nth term of the AP is denoted by an and is given by a plus n minus 1 into d. Is it clear? Okay. You remember this formula. The nth term of the arithmetic progression is an equal to a plus n minus 1 into d. Is it clear? Yes, ma'am. Okay. Here given some simple examples, go through that. See, we are given a arithmetic progression. So find the 18, 23rd and the nth term of the arithmetic progression, minus 11, minus 9, minus 7, minus 5, etc. So we know that a arithmetic progression, the first term is minus 11 and the common difference is difference between any two, either minus 9 minus 11 or difference between this and this or difference between this and this. Okay. The difference between second term minus first term, that is minus 9 minus 11, that is plus 11, which is difference will be equal to 2. Is it clear? So you should be careful while finding out the common difference d. Okay. You just find out the second minus the first one or the third minus the second one. Okay. Is it clear? Yes, ma'am. Okay. Now A18 means A plus n minus 1 into d. Just put the formula and the values A and d. First identify A and the common difference d. Okay. While identifying the common difference, you should be careful. See, here these are some negative numbers. Okay. So while finding out the difference, you should be careful. Okay. Okay. Is it clear? Yes, ma'am. Okay. Now come the difference of two terms of an AP. That is the difference, rth term and the sth term. Rth term means a plus r minus 1 into d minus, you see, put the different put the term in bracket, otherwise the negatives will be confusing. So minus sth term a plus s minus 1 into d. Okay, that is simplifying, we get the difference between rth term and the sth term will be r minus s into d. This is another formula. Is it clear? Remember these formulas. Okay. Okay. Hello. Yes, ma'am. Pote, minute pote. Okay. Now see which term of the AP is given 3, 15, 27, 39, etc. etc. will be 132 more than its 54th term. വായിച്ചു നോക്കി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. Which term of the AP? So we have to identify n. അല്ലേ, ഏത് ടേം ആണ് ചോദിച്ചിരിക്കുന്നത്? We have to identify which term of the AP. This is given as AP will be 132 more than 54th term. So the given AP is this one. So the first term 12 years. First term equal to a 3 and the common difference is 12. Alle? Isn't it? Yes, ma'am. Okay. Now it is given that we have to identify the nth term for which there is a relationship, that is nth term will be 132 more than 54th term. See, 54th term, 54 is the 54th term, right?
plus 132 will be equal to the nth term, right? So it is given that the nth term an is, which term of this will be 132 more than 132 plus 54th term. 54th term is denoted by A54, isn't it? Yes, ma'am. So we write it as an minus, see this taken left side, an minus A54 equal to 132. We know that a result, difference between two terms, AR minus AS, R minus S into D. 12. Okay. So n minus 54 into D equal to 132. From this equation, we have to identify n minus 54 equal to 132 by 12, which is equal to 11. So n equal to, when you do the numeric calculations, you should be careful. See, here this is n minus 54 into D equal to 132. When we taken this 12 to the right side, see this is the multiplication. So 132 divided by 12. Okay, n minus 54 equal to 132 divided by 12, which is equal to 11. Now we have to identify the value of n. So n equal to n minus 54 is here. These two are two different terms. So when we move 54 to the right side, this plus 50 minus 54 will become adding 54. Okay, so it will be 54 plus 11, which is equal to 65. So the answer is the 65th term of AP is 132 more than 54th term. Is it clear? Yes, ma'am. അപ്പോൾ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിൾ ആണ്. ഇത് ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഓർത്തിരിക്കുക. എ പ്ലസ് ഡി a plus 2d, like that. The nth term an will be equal to a plus n minus 1 into d. Remember these formulas. Okay. Then a difference between two terms, ar into as equal to r minus s into d. D is the common difference. Okay. Is it clear? നമുക്കൊരു Yes, എ ma'am. പി തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഇത് ചെയ്യാനായിട്ട്. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളാണ് പ്രോഗ്രഷനിലോട്ട് വരുന്നത്. അപ്പൊ ഓക്കെ, നൗ ഡു ദിസ് പ്രോബ്ലം ചെയ്തേ.
ചെയ്തോ പിള്ളേരെ? കിട്ടിയോ? ഹലോ, കംപ്ലീറ്റ് ആക്കിയോ? ഹലോ ഹലോ ഓക്കെ. അപ്പൊ ഇതുപോലെ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതുപോലെ തന്നെ പീത്ത് ടേം ഓഫ് എ പി എസ് ക്യൂ ഇങ്ങനെ ജനറലി തരും. നമ്മുടെ ഡിജിറ്റ്സ് തരാതെ ജനറലി തരും. അതിൻ്റെ അകത്തുനിന്ന് ഇതുപോലെ ചെയ്ത് കൊണ്ടുവരണം. ഇതൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതിനകത്ത് ഓർത്തിരിക്കാനും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. എന്ത് ടേം എന്ന് പറഞ്ഞാൽ ഈ 2 ഫോർമുലകളെ വരുന്നുള്ളൂ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എ പ്ലസ് ഡി എ പ്ലസ് 2d ഓർത്തിരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഓക്കെ, അപ്പം ഇന്നത്തെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നാളെ നമുക്ക് സം ഓഫ് ദി ടേംസിലോട്ട് വരാം. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്തിട്ട് വരിക. ക്ലാസ്സിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ ചെയ്തവരാണ്. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ വരേണ്ട കാര്യങ്ങൾ ഒന്ന് വായിച്ചിട്ടൊന്ന് വന്നിരിക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ നിർത്താം. ഓക്കെ. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.